നമസ്കാരം സുഹൃത്തുക്കളെ, വയനാട്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, 1-2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വലിയ മണ്ണിടിച്ചിലും മറ്റുമൊക്കെ ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, ഒരുപാട് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടതാണ്. അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഇപ്പോഴും ആ ദുഃഖവും പേറി ഇപ്പോഴും ജീവിക്കുന്ന ഒരു മണ്ണാണ്. അവിടെ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏതാനും വീഡിയോ ദൃശ്യങ്ങളൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സാധാരണക്കാരനും ന്യായമായിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഒരു തുരങ്കപാതയൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക ആഘാതമൊക്കെ പഠിക്കാതെയാണോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഈ ഇതുപോലുള്ള തുരങ്കപാത നിർമ്മിക്കുന്നത് എന്നൊരു ന്യായമായിട്ടൊരു സംശയമാണ്. തുരങ്കപാത നിർമ്മിക്കുന്നിടത്ത് ഉരുൾപൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പഠിക്കാതെ അവിടെ ആ തുരങ്കം നിർമ്മിക്കാൻ പോയതുകൊണ്ടായിരിക്കും എന്ന് ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കും. അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. അല്ലായെങ്കിൽ എങ്ങനെയാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്ന ഒരിടത്ത് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? ഇനി ഇതിൽ എത്ര മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്? കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടോ, കടകളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഈ നഷ്ടത്തിൻ്റെയൊക്കെ വ്യാപ്തി ഇനി അറിയത്തേ ഉള്ളൂ. എന്തായാലും അങ്ങോട്ടേക്ക് നമ്മുടെ സുരക്ഷാ സേനകളും മറ്റുമൊക്കെ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഉരുൾപൊട്ടി വരുന്ന ഒരു ദൃശ്യം കാണുമ്പോൾ അതത്ര ചെറിയ ഉരുൾപൊട്ടലൊന്നും അല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാനും ദൃശ്യങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. ഒരുപക്ഷെ കൂടുതൽ വാർത്തകളും മറ്റുമൊക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ആ സംഭവ സ്ഥലത്തേക്ക് പോയിട്ട് കൂടുതൽ നമ്മളിലേക്ക് എത്തിച്ചേക്കാൻ വരും മണിക്കൂറുകൾ ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം. കേരളവും രാജ്യവും ഒരുപക്ഷെ ചർച്ച ചെയ്യുക. കൂടുതൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം, വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ വലിയ ദുരന്തമുണ്ടായതാണ്. അതിനെപ്പറ്റി മുന്നറിയിപ്പോൾ ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ അന്നത്തെ സംസ്ഥാന സർക്കാരും ഇവിടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റുമൊന്നും വലിയ രീതിയിൽ അതിന് ഗൗരവം കൊടുക്കാത്തതിൻ്റെ ഫലം നമ്മൾ കേരള സമൂഹം അനുഭവിച്ചാണ്. ഇതിനകം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് രക്തസാക്ഷികൾ അവിടെ ഉണ്ട്. ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട ആളുകൾ, അവരൊക്കെ ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. ആ ദുഃഖവും പേറി നടക്കുന്ന അതേ മണ്ണിലേക്ക് തന്നെയാണ് മറ്റൊരു ദുരന്തത്തിൻ്റെ രൂപത്തിൽ അതേപോലെ തന്നെ ഒരു ഉരുൾപൊട്ടൽ വരുന്നത്. ഇത്തവണ ആ ഉരുൾപൊട്ടി വരുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയൊന്നും പറ്റില്ല. കാരണം പാതിരാത്രിയിൽ നടന്ന ഒരു സംഭവമായിരുന്നു. പലർക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു. പലരും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാതെ പോലും മരണത്തിന് കീഴടങ്ങിയവരുണ്ട്. ജീവിച്ചിരിക്കുന്ന, അതായത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് പോലും കൃത്യമായിട്ട് അന്ന് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി വിവരിക്കാനാവുന്നില്ല. ഒന്നാമത് കൂരിരുട്ടായിരുന്നു, രാത്രി ഉറക്കത്തിലൊക്കെയാണ് സംഭവിച്ചത്. പക്ഷേ ഇതിപ്പോൾ പകൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനാൽ തന്നെ ചിലരൊക്കെ ആ വീഡിയോ, ഈ ഉരുൾപൊട്ടി വരുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ജീവനും വാരിപ്പിടിച്ച് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി ഇതിൻ്റെ വ്യാപ്തി വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ അപ്പോഴും കാതലായ ഒരു സംശയം അവിടെ ഉയർന്നു കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മളും ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എന്തിന് ഒരു തുരങ്കപാത നിർമ്മിക്കാൻ ഒരുങ്ങി? അല്ലെങ്കിൽ വേണ്ടത്ര പഠനങ്ങൾ നടത്താതെയാണോ ഏത് സർക്കാരാണേലും അതിന് ശ്രമിച്ചത് എന്നൊരു കാതലായിട്ടുള്ള ചോദ്യമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കണം.